കർത്താവ് തൻ്റെ വചനം നമുക്കായിട്ട് മുറിച്ച് പങ്കുവെച്ച് തരുന്ന നിമിഷങ്ങളാണിത്. നമുക്ക് പ്രാർത്ഥനാപൂർവം വചനത്തിനായിട്ട് കാത്തിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷ നയിക്കുന്നതും ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നതും ഫാദർ റോയി പാലാട്ടി CMI ആണ്. ഒരു നിമിഷം ഒരിക്കൽ കൂടി ഒന്ന് കണ്ണുകളൊക്കെ നടച്ച് മനസ്സും ഹൃദയവും നമുക്ക് സ്വസ്ഥമാക്കി ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കുപറ്റുമ്പോൾ ലോകത്തിൻ്റെ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന വ്യക്തിയായിരിക്കാം നീ. ഒരുപക്ഷെ ശാരീരികമായി തളർന്നു പോയതുകൊണ്ട് കട്ടിലിൽ കിടന്നായിരിക്കാം നീ ദൈവവചനം ശ്രവിക്കുന്നത്. ഒരുപക്ഷെ ക്യാൻസർ സംബന്ധമായ രോഗങ്ങൾ ബാധിച്ചതുകൊണ്ട് 3ഉം 4ഉം കീമോതെറാപ്പി കഴിഞ്ഞ് 5ാമത്തേതിന് വേണ്ടി ഒരുക്കം നടത്തി മനസ്സ് നിരാശപ്പെട്ട് കഴിയുന്ന സമയത്തായിരിക്കാം നീ ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. ഒരുപക്ഷെ മരം കയറുന്ന വ്യക്തിയായതുകൊണ്ട്, അത് തൊഴിലാക്കിയിരിക്കുന്ന വ്യക്തിയായതുകൊണ്ട് മരത്തിൽ നിന്ന് വീണുപോയി ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ തകർന്നു പോയതുകൊണ്ട് കുടുംബത്തിൻ്റെ ആധാരം പോലും ബാങ്കിൽ വെച്ച് ലോൺ എടുത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി, ശരീരത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ന്യൂയോർക്ക് പോലുള്ള പട്ടണങ്ങളിൽ ട്രാഫിക് ജാമിൽ കിടന്നായിരിക്കാം നീ ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. ഒരു പക്ഷേ വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായി വിസയ്ക്കുള്ള പ്രിപ്പറേഷൻസ് നടത്തുന്ന ഒരു കാലയളവിലായിരിക്കാം നീ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. മക്കൾ കൈമോശം വന്നു പോയതുകൊണ്ട് അവരെ ഓർത്ത് വേദനിക്കുകയും മകളുടെ സൽപ്പേര് തകർക്കപ്പെടാൻ ഒരിക്കലും കഴിയരുതേ എന്ന് ത്രിയേക ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരമ്മയായിരിക്കാം ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. ഒരുപാട് കാലങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന്, എന്നാൽ ജീവിതയാത്രക്കിടയിൽ യേശുവിന് കൈമോശം വന്നുപോയ ഒരാത്മീയ ശുശ്രൂഷകനായിരിക്കാം നീ. നീ ഒരു പുരോഹിതനായിരിക്കാം, നീ ഒരു സിസ്റ്റർ ആയിരിക്കാം. ദൈവവിളി വിട്ട് ഭവനങ്ങളിലേക്ക് മടങ്ങി വന്ന് വിവാഹ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ മനസ്സലോസരപ്പെട്ടുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന വ്യക്തിയായിരിക്കാം. ആരുമായിക്കൊള്ളട്ടെ, ദൈവം നിന്നെ ഈ സമയം ക്ഷണിക്കുന്നു. ലോകത്തിലെ വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ, പഞ്ചഭൂഖണ്ഡങ്ങളിൽ കഴിയുന്ന ദൈവജനത്തെ ഈ സമയം ഇവിടെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. അമേരിക്കയിൽ, യൂറോപ്പിൽ, ഓസ്ട്രേലിയയിൽ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിൽ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എല്ലാം കഴിയുന്ന ദൈവമക്കളെ ഈ സമയം ഞങ്ങൾ ശുശ്രൂഷയിൽ കർത്താവെ ചേർത്ത് പിടിക്കുന്നു. നിന്റെ വലിയ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നിറക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ് സഹോദരങ്ങളെ നമുക്ക് ബലം നൽകുന്നത്. നമ്മളെല്ലാം വീണു പോകുന്ന മനുഷ്യരാണ്, എന്നാൽ വീണവൻ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളെല്ലാം തളർന്നു പോകുന്ന മനുഷ്യരാണ്, എന്നാൽ തളർന്നവന് ബലം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മൾ ശക്തി കെട്ടുപോകുന്ന മനുഷ്യരാണ്, എന്നാൽ സകല ശക്തിയും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ ശക്തി നമുക്കൊപ്പമുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസം അനുഗ്രഹമാക്കണമേ. ഈ ശുശ്രൂഷയിൽ നിന്റെ സാന്നിധ്യം നീ വിളംബരം ചെയ്യണമേ. അന്ന് നീ മോശയോട് പറഞ്ഞത് ഈ സമയം നീ ഓർക്കണമേ. അന്ന് മോശയെ വിളിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കുടിയേറ്റത്തിന്റെ ജനനേതാവായ മോസസിനെ വിളിച്ചുകൊണ്ട് ദൈവം ഇങ്ങനെ പറഞ്ഞു, മോസസ്, ഞാൻ കാണിച്ചു തരുന്ന ഒരു സ്ഥലത്ത് പോയി നീ എനിക്ക് വേണ്ടി ഒരു കൊച്ചു ഭവനം പണിയണം, സമാഗമ കൂടാരം നീ പണിയണം. സ്നേഹിതനോട് എന്നതുപോലെ ഞാൻ നിന്നോട് സംസാരിക്കും. കർത്താവേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളോട് നീ സംസാരിക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ഞങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളിലേക്ക് നീ വരണമേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. ആദിമ പന്തക്കുസ്തയിൽ നീ വന്നതുപോലെ നീ ഞങ്ങളിലേക്ക് നവീനമായ പന്തക്കുസ്ത അയക്കുവാൻ സ്നേഹത്തോടെ നീ ഞങ്ങളെ സന്ദർശിക്കണമേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. തിരുസഭയോട് ചേർന്ന് അനുഗ്രഹീതരും വിശുദ്ധരുമായ എല്ലാ രക്തസാക്ഷികളോടും പുണ്യാത്മാക്കളോടും ചേർന്ന് വിശുദ്ധരുടെ സഭയോട് ചേർന്ന് സഹന സഭയിലെയും സമരസഭയിലെയും ദൈവ മക്കളോട് ചേർന്ന് ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരിക്കൽ കൂടി നിന്നെ ചേർത്ത് പിടിക്കുന്നു. നീ വരണമേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. Praise the Lord. Praise the Lord. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പുതിയ നിയമത്തിലെ ഒരു കൊച്ചു ഭാഗം വായിച്ച് നമുക്ക് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പൗലോസ് അപ്പസ്തോലൻ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 14, 15, 16 തിരുവചനങ്ങളാണ് ഇന്ന് ഈ ദിവസം നമ്മൾ ധ്യാനിക്കുന്നത്. വചനം ഇങ്ങനെയാണ് പോകുന്നത്: ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തവന് വേണ്ടി ജീവിക്കാനായിട്ടാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അതിനാൽ ഇപ്പോൾ മുതൽ ഞങ്ങൾ ആരെയും മാനുഷികമായ കാഴ്ചപ്പാടിൽ വീക്ഷിക്കുന്നില്ല. ഒരിക്കൽ ഞങ്ങൾ മാനുഷികമായ കാഴ്ചപ്പാടിൽ ക്രിസ്തുവിനെ വീക്ഷിച്ചിരുന്നുവെങ്കിലും ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യുകയില്ല. ക്രിസ്തുവിലായിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇക്കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള ക്യാൻസർ ബാധിച്ച ഒരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ പോയി. ഒരുപാട് അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. കാരണം രോഗം മൂർച്ഛിച്ച് ശരീരത്തിൻ്റെ എല്ലാ പ്രധാന ഭാഗങ്ങളിലേക്കും കരുണയില്ലാത്ത ക്യാൻസറിൻ്റെ അണുക്കൾ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏറെ വിഷമിച്ചാണ് ഇദ്ദേഹം വീട്ടിൽ കഴിയുന്നത്. ചെന്ന ഉടനെ തന്നെ ഈ മനുഷ്യൻ കരയാനായിട്ട് തുടങ്ങി. ഇനി എത്ര ദിവസം എനിക്ക് ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല. മുടിയെല്ലാം പോയി കഴിഞ്ഞു. ഇയാളെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം ഇതാണ്: അപ്പന് ക്യാൻസർ വന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മക്കൾ വീട് വിട്ടുപോയി. അവർ തീരുമാനിച്ചു, അവരാലോചിച്ചു, ഗുണമില്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല.
ഒരു തരിശുഭൂമിയിൽ കൊണ്ടുപോയി കൃഷി ചെയ്യുന്നതിന് സമാനമാണ് അപ്പന് വേണ്ടി ഞങ്ങൾ പൈസ സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അപ്പനെയും അമ്മയെയും തനിയാക്കി പോവുകയാണ് എന്ന് പറഞ്ഞ് അവരവരുടെ കാര്യങ്ങൾ നോക്കിപ്പോയി. അദ്ദേഹം പറയുന്ന കാര്യം ഇതാണ്: സത്യത്തിൽ ഞാൻ ജീവിച്ചത് മുഴുവൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ചില ഞായറാഴ്ചകളിൽ ദേവാലയത്തിൽ പോലും പോകാതെ മക്കൾക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചിട്ടുണ്ട്. ഒട്ടേറെ ക്യാൻസർ രോഗികൾ നാടിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഭാര്യയോട് സ്വകാര്യത്തിൽ പറയുമായിരുന്നു, ക്യാൻസർ എന്ന് പറയുന്നത് ദൈവമൊക്കെ ശിക്ഷിക്കുന്നവർക്ക് ഉണ്ടാകുന്നതാണ്, സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന കാര്യമല്ല എന്ന് തുടങ്ങി പല വിധത്തിലുള്ള ആരോപണങ്ങൾ ഇത്തരം വ്യക്തികൾക്കെതിരെ ഭാര്യയുടെ കാതുകളിൽ ഇങ്ങനെ ഓതിക്കൊടുക്കുമായിരുന്നു. ഇയാൾ നിലവിളിക്കുന്നു, ഇയാൾ ആകെ വിഷമിക്കുന്നു, ഇതാ ഞാൻ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോയി, എൻ്റെ സ്വന്തം മക്കൾ, എൻ്റെ രക്തത്തിൽ പിറന്ന എൻ്റെ മക്കൾ പോലും എന്നെ വെറുതെയാക്കി പറഞ്ഞു വിട്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇയാൾ നിലവിളിച്ച് കരയുന്ന നേരത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈശോയുടെ വചനത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചു, ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ തന്ന ഒരു ദൈവവചന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തവന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന് ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. ജീവിക്കണമോ ജീവിക്കണ്ടയോ എന്ന് തീരുമാനിക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ. പ്രത്യേകിച്ചും വെസ്റ്റേൺ യൂറോപ്പിലും അമേരിക്കൻ ഐക്യനാടുകളിലും ഒക്കെയും ജീവിക്കണമോ ജീവിക്കണ്ടയോ എന്ന് ആലോചനകൾ നടത്തുന്ന ധാരാളം വ്യക്തികളുണ്ട്. മലയാളികളുണ്ട്, ഇംഗ്ലീഷുകാരുണ്ട്, മറ്റ് ഭാഷകൾ സംസാരിക്കുന്ന വ്യക്തികളുണ്ട്. ഞാൻ ഈ ഭൂമിയിൽ ജീവിതം കണ്ടിന്യൂ ചെയ്യണമോ ചെയ്യണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ഏതൊരു വ്യക്തിയും വളരെ ഇമ്മീഡിയറ്റ് ആയി എടുക്കേണ്ട ഒരു തീരുമാനമാണ്, ഞാൻ ആർക്കു വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കണം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഞാൻ ഈ ഭൂമിയിൽ ആർക്കു വേണ്ടി ജീവിക്കണം? ലോകത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഏതൊരു വ്യക്തിക്ക് വേണ്ടി ഞാൻ ജീവിച്ചാലും ഞാൻ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഞാൻ ഈ പറഞ്ഞ ആള്, അദ്ദേഹം ജീവിച്ചത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഒരപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. മക്കൾക്ക് വേണ്ടിയിട്ട് കൂടിയാണ് അവർ ജീവിക്കേണ്ടത്. പക്ഷേ മക്കൾക്ക് വേണ്ടി മാത്രം അവർ ജീവിച്ചാലോ, ബൈബിൾ പറയും അയാൾക്ക് തെറ്റുപറ്റും. കാരണം ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ എന്നോ എനിക്ക് നൽകപ്പെട്ടതാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകൾ. എനിക്ക് 10, 25, 30 വയസ്സ് പ്രായം വരെ ഈ മക്കൾ ആരും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല. ജീവിതത്തിൻ്റെ നിർണായകമായൊരു സമയത്ത് ഞാൻ വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. അതിൽ നിന്ന് പിറന്ന കുഞ്ഞുങ്ങൾ മാത്രമാണ്. മാത്രവുമല്ല, ഈ ഭൂമി വിട്ട് പോകുന്ന സമയത്ത് ഈ മക്കൾ ആരും ഈ പപ്പയുടെയും മമ്മിയുടെയും കൂട്ടത്തിലുണ്ടാവുകയുമില്ല. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് മക്കൾക്ക് വേണ്ടി മാത്രമല്ല. മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ വിദേശ നാടുകളിലേക്ക് പോയാൽ, മക്കൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ വലിയ IT ഫേമുകളിൽ ആവർത്തിച്ച് നിങ്ങൾ വർക്ക് ചെയ്താൽ, നിങ്ങളുടെ ജോലിയും നിങ്ങളുടെ ജീവിതവും മുഴുവൻ മറന്നുകൊണ്ട് നിങ്ങൾ അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും. കാരണം നീയും ഞാനും വിളിക്കപ്പെട്ടത് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാനായിട്ടല്ല. ചിലർ ജീവിക്കാറുള്ളത് വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അമേരിക്കയിൽ ഷാലോമിൻ്റെ ഒട്ടേറെ ഇംഗ്ലീഷ് ഫെസ്റ്റിവലുകളുണ്ട്. കേരളത്തിൽ മലയാളം ഫെസ്റ്റിവലുകൾ നടക്കുന്നത് പോലെ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ സിറ്റികളിലും യൂറോപ്പിൻ്റെ പ്രധാനപ്പെട്ട സിറ്റികളിലും ഇംഗ്ലീഷ് ഫെസ്റ്റിവലുകൾ സംഘടിപ്പിക്കാറുണ്ട്. ഇതിൽ ഇംഗ്ലീഷ് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്ത ഒരു ഇംഗ്ലീഷുകാരിയായ ഒരു സ്ത്രീ, അവർ പരിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ മുമ്പിൽ തല കിഴക്കനാൻ തൂക്കിട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോളണ്ടിയേഴ്സ് ആയിരിക്കുന്ന വ്യക്തികൾ ഞങ്ങളോട് ഈ കാര്യം പറഞ്ഞു. ദാ ഒരു മാതാമ വന്ന് തല കിഴക്കനാൻ തൂക്കിട്ട് കിടക്കുന്നു, അതിന് ജീവനുണ്ടോ അത് ചത്തുപോയോ യാതൊരു പിടിയുമില്ല, ആ വിധത്തിൽ കിടന്നാണ് കരയുന്നത്. ഡിപ്രഷൻ ബാധിച്ച സ്ത്രീയാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്, എന്തായിരുന്നാലും വലിയ കരച്ചിലാണ് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഞങ്ങൾ അടുത്ത് ചെന്ന് ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ തലയൊന്ന് ഉയർത്തിയിട്ട് വേണ്ട തലയിൽ കൈവയ്ക്കാൻ. അപ്പോൾ ആകെ തല കിഴക്കനാൻ തൂക്കിട്ട് ഇങ്ങനെ കിടക്കുകയാണ്.
ആ സ്ത്രീക്ക് എല്ലാവരോടും വിരോധമാണ്. ആരോ പറഞ്ഞ് ഈ ഷാലോം ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്താൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നഷ്ടമായത് മുഴുവൻ തിരിച്ചു നൽകും എന്ന് പറഞ്ഞതുകൊണ്ട് മലയാളികളായ വ്യക്തികൾ ക്ഷണിച്ചതുകൊണ്ട് ആ സർവീസിൽ വന്ന് അറ്റൻഡ് ചെയ്തതായിരുന്നു ഇംഗ്ലീഷുകാരിയായ ആ സ്ത്രീ. അവരാകെ വിഷമിച്ച് കഴിയുന്നു. വോളണ്ടിയേഴ്സ് എല്ലാം ഈ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്ത്രീയുടെ തലയ്ക്ക് പിടിച്ച് ഉയർത്തി ചോദിച്ചു, എന്താണ് പറ്റിയത്? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മക്കളില്ല. അത് അവരുടെ തെറ്റല്ല, ഞങ്ങൾക്ക് മക്കളില്ല. എന്നിട്ട് എന്ത് പറ്റി? ഞാൻ ജീവിച്ചത് മുഴുവൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്, എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. മക്കളില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ചികിത്സ നടത്തി, പ്രധാനപ്പെട്ട ഹോസ്പിറ്റൽസിലെല്ലാം പോയി ചികിത്സിച്ചു. പക്ഷേ മക്കളെ ദൈവം ഞങ്ങൾക്ക് തന്നില്ല. പരാതി ഒന്നും അതിലുണ്ടായിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ദേവാലയത്തിൽ പോകും, പ്രാർത്ഥിക്കും, യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സാണ്, ഒട്ടേറെ കാര്യങ്ങളിൽ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യും. വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ദേവാലയത്തിലേക്ക് പോകുന്ന സമയത്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് തൊട്ട് മുമ്പ് ദേവാലയത്തിൽ തളർന്നു വീണ് എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, എൻ്റെ ജീവിത പങ്കാളി മരിച്ചു. എനിക്ക് ദൈവത്തോട് വെറുപ്പ് തോന്നി. കാരണം എല്ലാ ദിവസവും വൈദികൻ ആശീർവദിക്കുന്ന അപ്പവും വീഞ്ഞും പങ്കുവെക്കുവാൻ വൈദികരില്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം വ്യക്തികൾ, യൂക്കറിസ്റ്റിക് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്ന വ്യക്തികൾ, പ്രത്യേകമായ പഠനമൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് അവരെ സഭ നിയോഗിക്കാറുണ്ട്. അതിലുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇത്ര കണ്ട് വിശുദ്ധ കുർബാനയുടെ കുദാശകളെല്ലാം പരികർമ്മം ചെയ്യാൻ, അല്ലെങ്കിൽ കുദാശകൾ സഹായിക്കാൻ മുന്നോട്ട് വന്ന ഈ വ്യക്തിക്ക് ഈ വിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് തന്നെ തളർന്നു വീണ് മരിക്കേണ്ടി വന്നുവല്ലോ. ദൈവത്തോട് വെറുപ്പാണ്. സഹോദരങ്ങളെ, അന്ന് മുതൽ ഈ സ്ത്രീ ദേവാലയത്തിൽ പോയിട്ടില്ല. ഈ സ്ത്രീ ആകെ വിഷമിച്ചു. മക്കളില്ലാതിരുന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. ഇങ്ങനെ ഏറെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടെയുള്ള ഇംഗ്ലീഷുകാരനായ വികാരിയച്ഛൻ ചെന്ന് ആശ്വസിപ്പിച്ച് ഈ സ്ത്രീയെ ഒരു കൗൺസിലിന് വിധേയമാക്കി പള്ളിയിലേക്ക് ക്ഷണിച്ചു. ഇങ്ങനെ ഇരിക്കെ കൗൺസിലർ ഈ സ്ത്രീയോട് പറഞ്ഞു കൊടുത്തു, ഹസ്ബൻഡ് ഇപ്പം ഇല്ലെങ്കിൽ ഒരു പട്ടിയെ ഹസ്ബൻഡിന് പകരം സ്വീകരിക്കുക. വ്യത്യസ്തമായ രാജ്യങ്ങളിൽ ധാരാളം വ്യക്തികൾ അങ്ങനെ ഹസ്ബൻഡിന് പകരം സ്വീകരിക്കാറുണ്ട്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഹസ്ബൻഡിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ടേ പോകുകയുള്ളൂ. പുള്ളി പറയുന്നതനുസരിച്ച് ശ്രവിക്കില്ല, കേൾക്കില്ല. മക്കളാണെങ്കിലും അതുപോലെ തന്നെ. പക്ഷെ പട്ടിയുടെ ഒരു ഗുണം, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അത് ഇങ്ങോട്ട് വരും, കയറി വരുന്ന നേരത്ത് വാലാട്ടും, നമ്മൾ പറയുന്നത് പോലെ അനുസരിക്കും. അങ്ങനെയുള്ളൊരു ഗുണമാണ് പട്ടിക്കുള്ളത്. അതുകൊണ്ട് ധാരാളം സ്ത്രീകൾ, പുരുഷന്മാരും ഒക്കെ ഇതുപോലെ പട്ടികളെ ധാരാളമായി ജീവിത പങ്കാളിയേക്കാൾ സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും കേരളത്തിലും ഇത്തരം പ്രതിഭാസമൊക്കെ സിറ്റികളെ കേന്ദ്രമാക്കിയിട്ട് ധാരാളം ആരംഭിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പട്ടിയെ ഒരുപാട് ഈ സ്ത്രീ സ്നേഹിച്ചിരുന്നു. പട്ടിയുടെ കൂട്ടത്തിലാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ കൂട്ടത്തിലാണ് പട്ടി കിടക്കുന്നത്. പട്ടിക്ക് പ്രത്യേകമായ കുപ്പായമുണ്ട്. പട്ടിയെ പ്രത്യേകമായി ടൂത്ത് പേസ്റ്റൊക്കെ ഉപയോഗിച്ച് ഈ സ്ത്രീ പല്ല് തേച്ചില്ലെങ്കിലും പട്ടിയെ തേപ്പിക്കും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു സ്ത്രീയാണ് നമ്മുടെ ഈ കക്ഷി. 2 ദിവസം മുമ്പ്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പട്ടിക്ക് അസുഖം വന്നപ്പോൾ ഈ സ്ത്രീ പ്രത്യേകിച്ച് അവരുടെ പ്രൊഫഷനിൽ നിന്ന്, അവർ ജോലി ചെയ്തിരുന്ന ഇടത്തിൽ നിന്ന് ലീവ് കിട്ടി. പുറം നാടുകളിൽ അതിനുള്ള ലീവിനുള്ള സാധ്യതയുമുണ്ട്. ലീവൊക്കെ എടുത്താണ് പട്ടിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. ഈ സ്ത്രീ പറയുന്ന കാര്യം ഇതാണ്, പട്ടി കഴിഞ്ഞ ആഴ്ച ചത്തുപോയി. സഹോദരങ്ങളെ, എൻ്റെ പട്ടിയെ പോലെ ഈ ദൈവം കാത്തില്ലല്ലോ. അപ്പോൾ പതുക്കെ പതുക്കെ ഈ സ്ത്രീ ഇങ്ങനെ ഒരു ഒച്ച വരുന്നുണ്ട്, ഓ മൈ ഗോഡ്, മൈ ഡോഗ് ഈസ് ഗോൺ, മൈ ഗോഡ്, മൈ ഡോഗ് ഈസ് ഗോൺ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ സ്ത്രീ കരയുന്നത്. മൈ ഗോഡ്, മൈ ഡോഗ് ഈസ് ഗോൺ. അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞ് ഇങ്ങനെ തലതാത്തിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് തലയിൽ കൈവയ്ക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ഓർത്തിന് എന്താണ് വഴിയുള്ളത്. അപ്പം തല ഉയർത്തുന്നു, വീണ്ടും തല താഴ്ത്തുന്നു. അടുത്ത് ചെന്നുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞ്, ഓ മൈ ഗോഡ്, മൈ സിസ്റ്റേഴ്സ് ഡോഗ് ഈസ് ഗോൺ, മൈ ഗോഡ്, മൈ സിസ്റ്റേഴ്സ് ഡോഗ് ഈസ് ഗോൺ. എൻ്റെ കർത്താവേ, എൻ്റെ ഈ സഹോദരിയുടെ പട്ടി പോയി. പെട്ടെന്ന് ഈ സഹോദരിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം എന്താണെന്നറിയാവോ? ഓ, എൻ്റെ പട്ടിയെ എൻ്റെ ആത്മമിത്രത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ അടുത്ത് വന്നിട്ടുണ്ട്. സ്ത്രീ തലപൊക്കി. സഹോദരങ്ങളെ, ഞാൻ ആ സംഭവം അവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. എന്തായിരുന്നാലും ആ ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്ത് ഇന്ന് ആ നാട്ടിൽ ഷാലോം ഫെസ്റ്റിവലുകൾക്ക് വേണ്ടി നേതൃത്വം വഹിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ ഈ പട്ടിയെ പ്രതി സ്നേഹിച്ചിരുന്ന ആ പെണ്ണെന്ന് പറയുന്നത്, സ്ത്രീ എന്ന് പറയുന്നത്. ഒന്ന് ചേർന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിച്ചാൽ ഞാൻ ദുഃഖിക്കേണ്ടതായിട്ട് വരും. എൻ്റെ ശരീരത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചാൽ ഞാൻ ദുഃഖിക്കേണ്ടതായിട്ട് വരും. എൻ്റെ പട്ടിക്കോ എൻ്റെ ഹസ്ബൻഡിനോ വേണ്ടി ഞാൻ ജീവിച്ചാൽ ഞാൻ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ഒരു സിസ്റ്റർ ജീവിതത്തിൻ്റെ നിർണായകമായ കാലഘട്ടത്തിൽ ഒരു സന്യാസ സമൂഹത്തിലേക്ക് പ്രവേശിച്ചു. സിസ്റ്ററിന് സഭാധികാരികൾ ഒരു സ്കൂളിൻ്റെ ചുമതല കൊടുത്തു. സ്കൂളിൻ്റെ ചുമതല കൊടുത്ത് ഈ സിസ്റ്റർ അതിനു വേണ്ടി രാവും പകലും അധ്വാനിക്കുകയാണ്. രാവും പകലും കഷ്ടപ്പെടുന്നു. കേരളത്തിൽ ഇതിന് സ്കൂളുകൾ നടത്തുന്നതിന് NOC എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് CBSE സ്കൂളുകൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ സിസ്റ്റർ ഇതിനു വേണ്ടി രാവും പകലും കഷ്ടപ്പെടുന്നുണ്ട്. എല്ലാ വാതിലുകളിലും മുട്ടുന്നുണ്ട്. ആവുന്നവരെ മുഴുവൻ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ കാര്യം നടന്നില്ല. സഹോദരങ്ങളെ, ഏതാനും മാസങ്ങളും ആഴ്ചകളും അധ്വാനിച്ചിട്ടും ഈ കാര്യം നടക്കാത്തത് കൊണ്ട് ഈ സിസ്റ്റർ ഏറെ വിഷമിക്കാൻ തുടങ്ങി. കാരണം സഹോദരികളായ സിസ്റ്റേഴ്സ് മുഴുവൻ പറയാൻ തുടങ്ങി, നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് നേരെ ജോബിനെ നീ കൊണ്ടുപോയ, നിന്നെ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? ഈ ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് മനോഹരമായിട്ട് ക്രമപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? സഹോദരങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ സിസ്റ്ററിനെ വേദനിപ്പിക്കാനായിട്ട് തുടങ്ങി. ഈ സിസ്റ്റർ ഏറെ വിഷമിച്ചു. സിസ്റ്ററുടെ സ്വകാര്യമായ പ്രാർത്ഥനകൾ അവസാനിച്ചു. പൊതു പ്രാർത്ഥനയ്ക്ക് പോലും ഈ സിസ്റ്റർ വരികയില്ലെന്നായി. കോൺവെന്റിലെ പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ് വന്ന് ഈ സിസ്റ്ററുടെ കാര്യങ്ങൾ തിരക്കുമ്പോഴൊന്നും, സ്വാഗതം ചെയ്യുമ്പോഴൊന്നും ഊട്ടുമേശയിലോ പ്രധാനപ്പെട്ട പ്രാർത്ഥനാ മുറിയിലോ ഈ സിസ്റ്റർ വരില്ല. സിസ്റ്റർ പറയുന്നത് NOC കിട്ടിയില്ല എന്നാണ്. ഇങ്ങനെ ഇരിക്കെ മദറിന് തോന്നി ഈ സിസ്റ്ററിനെ കുറച്ച് ദിവസത്തേക്ക് വീട്ടിലേക്ക് വിടാം. സിസ്റ്റർ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോൾ അപ്പന് ഈ NOCയെ കുറിച്ചൊന്നും വലിയ പിടിയില്ല. അപ്പന് അറിയാവുന്ന ഏക കാര്യം ഇതാണ്, എൻ്റെ ഏകപ്പെട്ട മകൾ MSc മാത്തമാറ്റിക്സ് പഠനം കഴിഞ്ഞ് മഠത്തിൽ ചേർന്നിട്ടുണ്ട്. അവൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അവൾ യേശുവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, അനുഗ്രഹീതനായ വർക്കി വിധേയത്തിൽ പിതാവ് ഇങ്ങനെ പറയും, സഭയിൽ ഇന്നുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാ ദൈവരാജ്യത്തേക്കാൾ ഉപരി ദൈവരാജ്യത്തിന്റെ ബിംബങ്ങളെ ചില മനുഷ്യർ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ദൈവരാജ്യത്തേക്കാൾ ഉപരി ദൈവരാജ്യത്തിന്റെ ബിംബങ്ങളെ ചില ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് എന്ന് ഈ സിസ്റ്റർ അപ്പനോട് പറഞ്ഞു, അപ്പ NOC കിട്ടാത്തത് കൊണ്ട് ദുഃഖം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എൻ്റെ മോളെ, NOC പോയിട്ട് എല്ലാ സർട്ടിഫിക്കറ്റും നിനക്ക് ഇവിടെ വെച്ച് തന്നേനല്ലോ, നീ എന്തിനാണ് ഈ കോൺവെന്റിൽ പോയി? ഇത് കിട്ടാത്തത് കൊണ്ട്, NOC ഒക്കെ കിട്ടുന്നതൊക്കെ നല്ല കാര്യം, സ്ഥാപനങ്ങൾക്കൊക്കെ വേണ്ടി മുന്നോട്ട് പോകുന്ന എല്ലാം നല്ല കാര്യം, അത് തീർച്ചയായും ആവശ്യമാണ്. പക്ഷേ അത് കിട്ടാത്തത് കൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ദൈവത്തെ പോലും മാറ്റിവെക്കാൻ, ഈശോയെ പോലും മാറ്റിവെക്കാൻ നിന്റെ മനസ്സ് ഒരുമ്പിട്ടെങ്കിൽ സത്യത്തിൽ നിനക്ക് എവിടെയോ തെറ്റുപറ്റിയിട്ടുണ്ട്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഏറ്റവും പ്രധാനമായി ഞാനും നിങ്ങളും ജീവിക്കേണ്ടത് കർത്താവായ യേശുവിന് വേണ്ടിയിട്ടാണ്. ഒന്ന് കര ഉയർത്തുന്നു പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പൗലോസ് അപ്പസ്തോലൻ ബൈബിളിൽ പറയാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, പ്രത്യേകിച്ചും കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ. കൊറിന്തോസിലെ സഭ വളരെയധികം ഗിഫ്റ്റുകൾ കൊണ്ട് സമ്പന്നമായിരുന്നു. ആത്മീയമായ ദാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് പൗലോസ് അപ്പസ്തോലൻ കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനങ്ങൾ. ഏറെ കൊറിന്തോസിലെ മനുഷ്യർ യേശുവിനെ സ്വീകരിച്ചിരുന്നു. യഹൂദരെ സ്വീകരിച്ചിരുന്നു. മറ്റ് വർഗങ്ങളിൽപ്പെട്ടിരിക്കുന്ന മനുഷ്യരും യേശുവിനെ സ്വീകരിച്ചിരുന്നു. പക്ഷേ ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ പൗലോസ് ഒരു കാര്യം ഏറെ ഹൃദയവേദനയോടുകൂടി തിരിച്ചറിഞ്ഞു. ഈ മനുഷ്യർ യേശുവിനെ അല്ല പലപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്, യേശുവിന് പ്രധാനമായ സ്ഥാനം കൊടുക്കുന്നതിനേക്കാൾ ഉപരി, യേശുവിന് വേണ്ടി ജീവിക്കുന്നതിനേക്കാൾ ഉപരി ചില ദാനങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് യേശുവിൽ നിന്ന് കിട്ടാവുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ ജീവിക്കുന്നത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് പൗലോസ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ജീവിക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടിയാണ് എന്ന്. സഹോദരങ്ങളെ, എനിക്ക് വേണ്ടി എൻ്റെ അപ്പനോ അമ്മയോ പാപങ്ങൾ ഏറ്റെടുത്തിട്ടില്ല.
എനിക്ക് വേണ്ടി എൻ്റെ അപ്പനോ അമ്മയോ രോഗങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. എനിക്ക് വേണ്ടി എൻ്റെ സഹോദരങ്ങളോ ആത്മമിത്രങ്ങളോ പാപമോചനം തരുന്നില്ല. എനിക്ക് വേണ്ടി ഒരാളും കുരിശിൽ കയറിയിട്ടില്ല. എനിക്ക് വേണ്ടി ഒരാളും ആണികളിൽ തറക്കപ്പെട്ടിട്ടില്ല. എനിക്ക് വേണ്ടി ഒരാളും പിലാത്തോസിൻ്റെയും ഹെറോദേസിൻ്റെയും അരമനയിൽ കാത്തു കിടന്നിട്ടില്ല. എനിക്ക് വേണ്ടി ഒരാളും 3 ദിവസം 3 ദിനരാത്രങ്ങൾ ഇതാ കുഴിമാടത്തിൽ കിടന്നിട്ടില്ല. എനിക്ക് വേണ്ടി ഒരാളും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. എനിക്ക് വേണ്ടി എഴുന്നേറ്റ, എനിക്ക് വേണ്ടി അടികളേറ്റ, എനിക്ക് വേണ്ടി ജനിച്ച, എനിക്ക് വേണ്ടി ജീവിച്ച ഒരൊറ്റ നാമമേ ഭൂമിയിലുള്ളൂ. ആ നാമത്തിന്റെ പേരാണ് നസറായനായ യേശു ക്രിസ്തു. ഒരു കരമുയർത്തുന്നു പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, യുവാവേ, യുവതി, വിദ്യാഭ്യാസത്തിൽ നീ തകർന്നു പോയതുകൊണ്ട് വേദനിക്കുന്ന വ്യക്തിയാണോ നീ? നഴ്സിംഗിന് ഒരു എക്സാമിന് തോറ്റു എന്നുള്ളത് കൊണ്ട് 5000 രൂപ വീതം മുടക്കി ബാംഗ്ലൂരുള്ള ഒരു നഴ്സിംഗ് ഹോസ്പിറ്റലിൽ പല പ്രാവശ്യം കൊടുത്ത് എന്ന് പോയി എക്സാം എഴുതിയിട്ടും പാസ്സാകാത്തത് കൊണ്ട് വേദനിച്ചുകൊണ്ടാണോ ഇന്ന് ഈ ഭവനത്തിലായിരുന്ന നീ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്? യേശു നിന്നോട് പറയുന്നു, നീ ജീവിക്കേണ്ടത് നഴ്സിംഗിന് വേണ്ടി മാത്രമല്ല. അത് സെക്കൻഡറി ആയ കാര്യമാണ്. യേശുവിനെ നീ സ്വീകരിക്കാമെങ്കിൽ, ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും നീ തേടാമെങ്കിൽ നിന്റെ ജീവിതത്തിൽ സകലതും കൂട്ടിച്ചേർക്കപ്പെടും. ബൈബിൾ പറയുന്നത് അങ്ങനെയാണ്. സകലതും, നീ ചോദിക്കുന്നതും ചോദിക്കാത്തതും, നീ ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതും, നിനക്ക് ചിന്തിക്കാൻ കഴിവുള്ളതും കഴിയാത്തതുമായ സകലത്തിലേക്കും ദൈവം നിന്നെ ക്ഷണിക്കും. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചില മിനിസ്ട്രികളിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ചില ധ്യാന ശുശ്രൂഷകളോട് ചേർന്ന് കൗൺസിലിങ്ങിലോ ഇന്റർസെഷൻ മിനിസ്ട്രിയിലോ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം നീ. സഹോദരങ്ങളെ, ചില മനുഷ്യർ ജീവിക്കുന്നത് അവരുടെ മിനിസ്ട്രിക്ക് വേണ്ടി മാത്രമാണ്. അവർക്കും തെറ്റുപറ്റുന്നു. ഞാൻ ഓർക്കുന്ന ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഈ ധ്യാനഗുരു അച്ഛനെയും ആ ടീമിനെയും മറ്റ് സ്ഥലങ്ങളിലേക്കെല്ലാം, വിദേശ രാജ്യങ്ങളിലേക്കും ഗൾഫ് നാടുകളിലേക്കും യൂറോപ്യൻ നാടുകളിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ വിസ തയ്യാറാക്കിയത് ഞാൻ വഴിയായിട്ടാണ്. എൻ്റെ റെക്കമെൻഡേഷൻ ലെറ്ററിലാണ് ഇവർ ആ ദേശത്തേക്ക് വന്നത്. ഞാൻ അറിയപ്പെടുന്ന ഒരു കൗൺസിലർ ആയിരുന്നു. അതുകൊണ്ടാണ് നാട്ടുകാരും ആളുകളും വികാരിയച്ഛനും ഒക്കെ എൻ്റെ ഇവരോടുള്ള സ്വാഗതം സ്വീകരിക്കാൻ തയ്യാറായത്. അയാൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു. ഇയാൾ അറിയപ്പെടുന്ന കൗൺസിലറായിരുന്നു, സ്വീകരിച്ച ഒട്ടേറെ സ്വീകാര്യതയുള്ള മനുഷ്യനായിരുന്നു, ഒരുപാട് അംഗീകാരമുള്ള മനുഷ്യനായിരുന്നു. ഇയാളുടെ അംഗീകാരത്തോട് അവകാശത്തോട് കൂടിയിട്ടാണ് ഈ വൈദികരും ഈ ശുശ്രൂഷകരും പോയി അവിടെ മിനിസ്ട്രി നടത്തിയത്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ ദുഃഖം എങ്ങനെയാണ്? അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നപ്പോൾ അവർക്ക് എന്നെ വേണ്ട, കൊള്ളാവുന്ന കുറച്ചുകൂടി കൊള്ളാവുന്ന ആളുകൾ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ഇപ്പോൾ ഞാൻ സെക്കൻഡറിയാണ്, എനിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. അന്ന് ഞാൻ വളർത്തി വലുതാക്കിയ ആളുകളാണ് ഇന്ന് ഈ മിനിസ്ട്രിയുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഇതൊട്ടും സ്വീകരിക്കാൻ കഴിയില്ല. ഈ ധ്യാനഗുരു അച്ഛനെ സ്വീകരിക്കാൻ കഴിയില്ല, ഈ ശുശ്രൂഷകളെ സ്വീകരിക്കാൻ കഴിയില്ല. ഇയാളോട് തന്നെ അലോസരപ്പെടുന്നു. സഹോദരങ്ങളെ, ആരാണ് പറഞ്ഞത് ഒരു മിനിസ്ട്രിക്ക് വേണ്ടി ജീവിക്കാൻ? ഞാൻ ആയിരിക്കുന്ന സന്യാസ സമൂഹത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ഞാൻ. എൻ്റെ ഏതാനും കുദാശ പരിക്രമത്തിന് വേണ്ടി മാത്രം ഞാൻ ജീവിച്ചാൽ, അതൊരു ജോലി പോലെ ഞാൻ ചെയ്തു തീർത്താൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് ഞാൻ. ഒരു കൗൺസിലർ കൗൺസിലിംഗ് മാത്രം നടത്തിക്കൊണ്ട് അതിൽ കിട്ടുന്ന സന്തോഷത്തിൽ മാത്രം ജീവിച്ചാൽ അയാളും വിഡ്ഢി തന്നെ. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, പ്രഥമമായി നമ്മൾ ജീവിക്കേണ്ടത് കർത്താവായ യേശുവിന് വേണ്ടിയിട്ടാണ്. ചേർന്ന് പറയാവോ സഹോദരങ്ങളെ? പ്രൈസ് ദി ലോർഡ്, യേശുവേ നന്ദി. എന്തുകൊണ്ടത് പറയാൻ കാരണം, ഈ കൗൺസിലറിന് വേണ്ടി ധ്യാനഗുരു അച്ഛൻ കുരിശിൽ കയറിയിട്ടില്ല. കുരിശ് ചിലത് കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളു. ഈ ധ്യാനഗുരു അച്ഛൻ ഈ മനുഷ്യന് വേണ്ടി പാപമോചനം കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ പാപമോചനം ഒരു കുദാശയിലൂടെ കൊടുക്കുക എന്നതിൽ കവിഞ്ഞ് അതിനു വേണ്ടി മരിക്കാനോ രക്തം ചിന്താനോ ഒന്നും ഈ വൈദികൻ തയ്യാറൊന്നുമല്ല, അതിന് കഴിയുകയുമില്ല. അപ്പോൾ ഞാനും നിങ്ങളും പ്രഥമമായി ജീവിക്കേണ്ടത് കർത്താവായ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ്.
കർത്താവായ ക്രിസ്തുവിൽ കുറഞ്ഞ് എന്തിനു വേണ്ടി നമ്മൾ ജീവിച്ചാലും, ചിലർ സന്യാസ സമൂഹങ്ങളിൽ കിടന്ന് ഏറെ വിഷമിക്കുന്നു. അവർ ജീവിക്കുന്നത് സമൂഹങ്ങൾക്ക് വേണ്ടി മാത്രമായതുകൊണ്ടാണ്. അല്ലയോ സഹോദര സഹോദരി, നീ ജർമ്മനിയിലായിരിക്കാം, യൂറോപ്പിന്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ കോൺവെന്റുകളിൽ ഇരുന്ന് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന വ്യക്തിയായിരിക്കാം. നിന്റെ ദൈവവിളിയെക്കുറിച്ച് പല ആവർത്തി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നീ ഒരു സെമിനാരിനായിരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയും, നീ ജീവിക്കേണ്ടത് കർത്താവായ യേശുവിന് വേണ്ടിയിട്ടാണ്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഇനി ചിലർ ജീവിക്കുന്നത് ചില ആശയങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ചില ആശയങ്ങൾക്ക് വേണ്ടി യങ്സ്റ്റേഴ്സായ യുവതി യുവാക്കൾ ഒരുപാട് ജീവിക്കുന്നുണ്ട്. അവർ പറയുന്നത്, ഞങ്ങൾ ജീവിക്കുന്ന മുഴുവൻ ഇന്നൊരു ആശയമാണ്. ആശയത്തിൽ കുറേ വിപ്ലവമൊക്കെയുണ്ട്. വിപ്ലവം എന്താണ്? എന്തിനാണ് പള്ളി? എന്തിനാണ് അച്ഛൻ? എന്തിനാണ് സിസ്റ്റർ? എന്തിനാണ് പ്രാർത്ഥന? ഇതുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. സഹോദരങ്ങൾ, ഇങ്ങനെ ചിന്തിക്കുന്ന യുവതി യുവാക്കൾ ധാരാളമായി മലയാളികൾക്കിടയിലുണ്ട്. പക്ഷേ മലയാളികൾ പലതും മറച്ചു പിടിക്കാൻ കഴിവുള്ളവരായതുകൊണ്ട് അവർ മറച്ചു പിടിച്ചിങ്ങനെ കഴിയുന്നതേ ഉള്ളൂ. യുവതി യുവാക്കൾ അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു അവസരം കിട്ടുന്ന നേരത്ത് അവരുടെ ഉള്ളിലുള്ള വളരെ ലിബറലായ ചിന്തകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവർ ഇതാ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുന്ന സമയത്ത് അവരുടെ തീരുമാനങ്ങളിലൊക്കെ അവർ മാറ്റം ഉണ്ടാക്കുന്നു. അവരുടെ ബന്ധങ്ങളിലും ഫോൺ കോളുകളിലൊക്കെ വ്യത്യാസം ഉണ്ടാക്കുന്നു. പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് മാറുമ്പോൾ അവരുടെ ബന്ധങ്ങളിലും കൂട്ടുകെട്ടുകളിലും ഒക്കെ മാറ്റം ഉണ്ടാകുന്നു. അവർ പറയുന്ന, ഞങ്ങൾ ജീവിക്കുന്ന ഒരു ആശയത്തിന് വേണ്ടിയിട്ടാണെന്ന്. സഹോദരങ്ങളെ, ഒരാശയത്തിനും മനുഷ്യനെ രക്ഷിക്കാനുള്ള കഴിവില്ല. ഒന്ന് പറഞ്ഞേ എല്ലാവരും, പ്രൈസ് ദി ലോർഡ്. കേരളത്തിൽ ഒരുപാട് ആശയത്തിന് വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ചില മനുഷ്യരുണ്ട്. ആശയത്തിന് നിന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല. ഒരാശയത്തിൻ്റെ കാര്യം പറഞ്ഞ് ഏതാനും നാളുകൾ നിനക്ക് ജീവിക്കാൻ കഴിഞ്ഞേക്കാം. ഫ്രഞ്ച് വിപ്ലവത്തിന് നേതൃത്വം വഹിച്ച അതിൻ്റെ വലിയ തിങ്ക് ടാങ്കായി വർക്ക് ചെയ്തൊരു മനുഷ്യൻ്റെ പേരാണ് വോൾട്ടയർ. വോൾട്ടയർ എന്ന് പറയുന്ന ചിന്തകൻ അങ്ങ് ഫ്രാൻസിലെ പാരീസിൽ കഴിഞ്ഞുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർക്കും കൂട്ടുകാർക്കും മുഴുവൻ ഇങ്ങനെ കത്തുകൾ എഴുതും. അദ്ദേഹത്തിൻ്റെ ചിന്ത ഇങ്ങനെയാണ്: കത്തോലിക്ക സഭ തകർക്കപ്പെടണം, ക്രൈസ്തവ സഭ തകർക്കപ്പെടണം. ഉയർന്നു വരേണ്ടത് എൻ്റെയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം മാത്രമാണ്. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളത് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആരും എൻ്റെ മേൽ നിയന്ത്രണം വെക്കാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ തത്വസംഹിതകളുമായി മുന്നോട്ട് പോകുന്നത്. വിശ്വാസികളായ ക്രൈസ്തവരായ എല്ലാ യുവതി യുവാക്കൾക്കും തന്നെ ഇയാൾ കത്തുകളിലൂടെ പ്രബോധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ഒരുപാട് പ്രബോധനങ്ങൾ അയച്ചു കൊടുക്കും. അവരൊക്കെ വായിക്കും, ആവേശത്തോടെ വായിക്കും. കാരണം വോൾട്ടയർ വലിയ ചിന്തകനാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ. വോൾട്ടയർ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അവരാവേശത്തോടെ ഈ ആശയങ്ങൾ മുഴുവൻ സ്വീകരിച്ചു. ഒരു സഹോദരൻ, വിശ്വാസിയായ ഒരു സഹോദരൻ, കത്തോലിക്കനായ ഒരു സഹോദരൻ വോൾട്ടയറിന് ഒരിക്കൽ ഇങ്ങനെ ഒരു കത്തെഴുതി: എൻ്റെ ഗുരുവേ, എനിക്ക് അങ്ങയെ വലിയ ഇഷ്ടമാണ്. ഒരുപാട് അങ്ങ് പറയുന്ന ആശയങ്ങളുടെ വലിയ ജ്വരത്തിലും അതിൻ്റെ ലഹരിയിലുമാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. നമുക്കറിയാം, അറിവിന് ഒരു ലഹരിയുണ്ട്, മദ്യത്തിന് ഒരു ലഹരിയുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരറിവിൻ്റെ ലഹരിയിലാണ് ഇത് കേൾക്കുന്നവരും വായിക്കുന്നവരും മുഴുവൻ നിൽക്കുന്നത്. പുത്തൻ ആശയം, കൊള്ളാവുന്ന ആശയം, ഇന്ന് ആരും പങ്കുവെക്കാത്ത ആശയം, ഇത് പറഞ്ഞുകൊണ്ടാണ് ഇവർ വായിക്കുന്നത്. മറുപടി അയച്ചു: എങ്കിലും ഗുരുവേ, നല്ല ആശയങ്ങളാണ് അങ്ങ് എഴുതുന്നതെങ്കിലും എനിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത വിധത്തിൽ ദേവാലയങ്ങളിലേക്കും പ്രാർത്ഥനാ കേന്ദ്രങ്ങളിലേക്കും ഞാൻ വലിച്ചിഴക്കപ്പെടുന്നു. ഞാൻ അറിയാതെ സൺഡേ മോർണിംഗ് ആകുമ്പോൾ, ഞായറാഴ്ച ദിവസം രാവിലെ ആകുമ്പോൾ പള്ളിയിലേക്ക് പോകുന്നു. ആരുടെയും നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ടൊന്നുമല്ല, പക്ഷേ ശീലിച്ച ഒന്നായതുകൊണ്ട് അങ്ങനെ പോകുന്നു. മാത്രവുമല്ല, വിശുദ്ധ കുർബാനയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് അങ്ങ് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ പറഞ്ഞ് പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. മറ്റുള്ളവരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തന്നെയും ആ ബോധ്യം ഉണ്ടാകുന്നില്ല. സഹോദരങ്ങളെ, വോൾട്ടയർ ഈ യുവാവിന് ഇങ്ങനെ മറുപടി കൊടുത്തു: മോനെ, പുതിയ ആശയങ്ങൾ കേൾക്കുന്ന നേരത്ത് പഴയ ആശയങ്ങൾ വിട്ടുകളയാൻ ഒരു പക്ഷെ മടിയുണ്ടാകും. നീ ഇങ്ങനെ ചെയ്യണം:
നീ എല്ലാ ദിവസവും എല്ലാ കുരിശു പള്ളികളിലും എല്ലാ പ്രധാനപ്പെട്ട ബസലിക്കകളിലും പോയിക്കൊണ്ട് ഇതാ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. 5ഉം 6ഉം പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ട് നീ നിന്നോട് തന്നെ ഇങ്ങനെ പറയണം, ഇതിലൊന്നുമില്ല, ഇത് വെറുതെ ഒരു ഗോതമ്പപ്പം മാത്രമാണ്. ഇതിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. ഇതിൽ യാതൊരു കാര്യവുമില്ല. ആവർത്തിച്ച് മോൻ ഓരോ ദിവസവും ഇത് ചെയ്യാമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയുന്ന ആശയം നിനക്ക് സ്വീകരിക്കാൻ കഴിയും എന്ന് വോൾട്ടയർ തൻ്റെ ശിഷ്യനോട് പറയുകയാണ്, ഈ യുവാവിനോട് പറയുകയാണ്. യുവാവ് ഇത് വലിയ കാര്യമായിട്ട് സ്വീകരിച്ചു, വലിയ കാര്യമായിട്ട് അവൻ ഉൾക്കൊണ്ട്. സഹോദരങ്ങളെ, അവൻ്റെ പ്രധാനപ്പെട്ട ജോലി കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ദേവാലയങ്ങളിലും പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കും. നാവിൽ നിന്ന് ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ അവനോട് തന്നെ പറയും, ഇതിൽ യാതൊരു കാര്യവുമില്ല, ഇത് വെറുതെ ഒരു ഗോതമ്പപ്പമാണ്. സാധാരണ ഒരപ്പം വെള്ളത്തിലിട്ട് അലിഞ്ഞു പോകുന്നത് പോലെ തന്നെ ഉമിനീര് പോലെ ഉള്ള വെള്ളം കൊണ്ട്, ഉമിനീര് കൊണ്ട് എൻ്റെ അപ്പവും ഈ കിട്ടുന്ന അപ്പവും അലിഞ്ഞു പോകുന്നു. ആവർത്തിച്ച് തന്നോട് തന്നെ വ്യഭിചരിക്കുന്ന ഒരു സത്യമായി വിശുദ്ധ കുർബാനയോട് നമ്മൾ പെരുമാറിയാൽ പിന്നീട് വിശുദ്ധ കുർബാനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടില്ല. വ്യഭിചരിക്കുന്ന സത്യങ്ങളൊന്നും പിന്നീട് നമുക്ക് സത്യമായോ സ്നേഹമായോ അനുഭവപ്പെടില്ല. അവൻ എല്ലായ്പ്പോഴും വിശുദ്ധ കുർബാനയെ ഈ വിധത്തിൽ വ്യഭിചരിച്ചു കൊണ്ടിരുന്നു. സ്വീകരിക്കുന്ന അപ്പം കർത്താവിൻ്റെ സ്നേഹമാണെങ്കിലും കർത്താവിൻ്റെ കാരുണ്യമാണെങ്കിലും അവൻ അതിൽ ഒരു കാരുണ്യവും കാണാതെ അതിനെ മോശപ്പെട്ട വിധത്തിൽ വ്യാഖ്യാനിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയണമോ, ഈ ചിന്താഗതിക്ക് മുഴുവൻ നേതൃത്വം കൊടുത്ത വോൾട്ടയർ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ സായങ്കാലത്തിൽ, ജീവിതത്തിൻ്റെ അവസാന കാലത്ത് മരണം കാത്തിങ്ങനെ കിടക്കുകയാണ്. നേഴ്സസ് മുഴുവൻ ചുറ്റുവട്ടത്ത് കൂടിയിട്ടുണ്ട്. അവർ നോക്കുന്നു, ചിന്തകനായ വോൾട്ടയർ ജീവിതത്തിൻ്റെ അവസാനം എന്താണ് പറയാൻ പോകുന്നത്? പുതിയ വല്ല ആശയമാണോ, ലോകത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വല്ല ആശയമാണോ വോൾട്ടയർ പറയാൻ പോകുന്നത് എന്ന് ഓർത്തുകൊണ്ടാണ് നേഴ്സസും ഡോക്ടേഴ്സും കാത്തു കിടക്കുന്നത്. ഇത് കണ്ടു നിന്ന ഒരു നേഴ്സാണ് പിന്നീട് വോൾട്ടയറെ കുറിച്ച് ഉള്ള പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: വോൾട്ടയർ ജീവിതത്തിൻ്റെ അവസാന ശ്വാസം വിടുന്നതിന് മുമ്പേ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി, ഇതാ എന്നെ രക്ഷിക്കാൻ ഒരു ദൈവമില്ല, എന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യനുമില്ല, ഞാൻ തനിയായിരിക്കുന്നു, എൻ്റെ ശരീരത്തെ രക്ഷിക്കാൻ ആരുമില്ല, എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ ആരുമില്ല, മനുഷ്യരെവിടെ, ദൈവമെവിടെ, മനുഷ്യരെവിടെ, ദൈവമെവിടെ. ഇത് പറഞ്ഞുകൊണ്ടാണ് ഈ മനുഷ്യൻ കിടക്കപ്പായിൽ ഇതാ രോഗാതുരമായ ശരീരത്തോടുകൂടി അന്ന് ആ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. സഹോദരങ്ങൾ, ഇത് കണ്ടു നിന്ന നേഴ്സ് ഇങ്ങനെ എഴുതി: യൂറോപ്പിലുള്ള മുഴുവൻ ധനവും മുഴുവൻ സാധന സാമഗ്രികളും എൻ്റെ പേരിൽ എഴുതി വെച്ചാലും ദൈവം ഇല്ലാത്ത ഒരു മനുഷ്യൻ മരിക്കുന്നത് കാണുവാൻ എനിക്ക് ആഗ്രഹമില്ല. ഈ സ്വത്ത് മുഴുവൻ എനിക്ക് കിട്ടിയാലും ദൈവത്തെ നിഷേധിക്കുകയും ക്രിസ്തുവിന് പ്രഥമമായ സ്ഥാനം കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെ മരണക്കിടക്കയ്ക്ക് മുമ്പിൽ കാത്തുകിടക്കാനോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനോ എനിക്ക് കഴിയുകയില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിള് ഇതാ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം ഇങ്ങനെ പറയും: സ്വതന്ത്രമാക്കുന്നത് വെറുതെ ആശയങ്ങളല്ല. ബൈബിള് പറയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. സത്യം ഒരാശയമല്ല, സത്യം ഒരു സംവിധാനമല്ല, സത്യം ഏതാനും മനുഷ്യരുടെ കൂട്ടായ്മയല്ല, സത്യം ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരാണ് ദാവീദിന്റെ പട്ടണത്തിൽ സകല ജനങ്ങൾക്കും വേണ്ടി ജനിച്ച സദ്വാർത്തിയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ഒന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം ഒരു വ്യക്തിയല്ല, സത്യം ഒരു ആശയമല്ല, സത്യം ഒരു സംവിധാനമല്ല, സത്യം ഒരു വ്യക്തിയാണ്, ഒരു പേഴ്സൺ ആണ്. ആ പേഴ്സന്റെ പേരാണ് the person of Jesus Christ, the person of Jesus Christ, the person who rises from the dead. അവൻ ജനിച്ച് മരിച്ച് ഉയർത്തവനാണ്, കുഴിമാടത്തെ ഭേദിച്ചവനാണ് അവൻ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും അതിർത്തികളെ മായ്ച്ച് കളഞ്ഞവനാണവൻ. അവനെ ഒടുക്കാൻ സാധിക്കുകയില്ല, അവനെ നശിപ്പിക്കാൻ കഴിയുകയില്ല. നമുക്ക് പറയാം ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനും നിങ്ങളും യേശുവിന് വേണ്ടി ജീവിക്കാമെങ്കിൽ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും ആത്യന്തികമായി ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല. യേശുവിൽ കുറഞ്ഞ
എന്തിനു വേണ്ടി നമ്മൾ ജീവിച്ചാലും, യേശുവിൽ കുറഞ്ഞ എന്തിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചാലും നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ചിലരെങ്കിലും കരുതാറുണ്ട്, പ്രാർത്ഥനകൾക്ക് വേണ്ടിയും കൺവെൻഷനുകൾക്ക് വേണ്ടിയും പോകുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിനോടുള്ള സ്നേഹവും ഒക്കെ അധികമായിട്ടുണ്ട് എന്ന്. നിർബന്ധമായും അങ്ങനെ ഉണ്ടാകണമെന്ന് ഇല്ല. ദൈവത്തിൻ്റെ വചനം അതുകൊണ്ടാണ് പൗലോസ് കൊറിന്തോസിലെ സഭയോട് പറഞ്ഞത്, ദൈവത്തിൻ്റെ സ്നേഹമാണ് എനിക്ക് ഉത്തേജനം തരുന്നത്. ഒരു ചെറിയ ഉദാഹരണം എടുക്കുക. നമ്മൾ ഇങ്ങ് പ്രാർത്ഥിക്കാൻ വരുന്ന നേരത്ത് ഇവിടെ ടൈൽസ് തുടച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇരിക്കുന്നു. ഈ സ്ഥലം മുഴുവൻ തുടച്ചും അടിച്ചും വൃത്തിയാക്കിക്കൊണ്ട് ഒരാളിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ചേട്ടത്തിയോട്, ആ സഹോദരിയോട് ചോദിക്കുകയാണ്, സഹോദരി, ഈ ടൈൽസിനെ അങ്ങ് വളരെയധികം സ്നേഹിക്കുന്നുണ്ടായിരിക്കുമല്ലേ? അത് വിഡ്ഢിത്തരമായ ഒരു ചോദ്യമാണ് എന്ന് നമുക്കറിയാം. ടൈൽസിനെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല ഈ സ്ത്രീ ഇത് തുടച്ച് വൃത്തിയാക്കുന്നത്, അടിച്ച് ക്ലീൻ ചെയ്യുന്നത്. മറിച്ച് വരാൻ പോകുന്ന ശുശ്രൂഷയിൽ പങ്കുപറ്റാൻ പോകുന്ന വ്യക്തികളോടുള്ള സ്നേഹവും ആരാധ്യനായ ക്രിസ്തുവിനോടുള്ള സ്നേഹവുമാണ് ഇത് അടിച്ച് വൃത്തിയാക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. പ്രാർത്ഥന പ്രകടമാണ്, പ്രചോദനം പ്രകടമല്ല. കൺവെൻഷൻ പന്തലുകൾ പ്രകടമാണ്, പക്ഷേ പ്രചോദനം പ്രകടമല്ല. വിശുദ്ധ കുർബാന എനിക്ക് സ്നേഹമില്ലാതെ വേണമെങ്കിൽ സഹോദരങ്ങളെ നയിക്കാം. വിശുദ്ധ കുർബാനയോട് യാതൊരു ബഹുമാനവും ഇല്ലാതെ ഒരു പുരോഹിതന് കുദാശകളെ പരികർമ്മം ചെയ്യാം. സന്യാസ മഠങ്ങളിൽ കഴിയുന്ന ഒരു വൈദികനോ ഒരു സിസ്റ്ററിനോ ഒരു പക്ഷേ സ്നേഹമില്ലാതെ ശുശ്രൂഷയിലായിരിക്കാം. സ്നേഹമില്ലാതെ അവരുടെ ജീവിതം കൊണ്ടുപോകാം. സ്നേഹമില്ലാതെ ചിലർ രോഗശാന്തി കിട്ടിയിട്ടും യേശുവിൻ്റെ മുമ്പിൽ ഇരിക്കാറുണ്ട്. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സ്നേഹത്തിലല്ലാതെ ഞാൻ എന്ത് ചെയ്താലും അത് ഞാൻ യേശുവിന് കൊടുക്കുന്ന ഒന്നല്ല, മറിച്ച് മറ്റെന്തോ കാര്യമാണ്, മറ്റേതൊരു വ്യക്തിക്ക് കൊടുക്കുന്ന കാര്യമാണ്. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യർ ഈ ലോകത്തിൽ ധാരാളം ഉണ്ട് താനും. നമുക്കതുകൊണ്ട് ഈ ദിവസം നമ്മുടെ ഉള്ളിൽ സ്വീകരിക്കണം, കർത്താവേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ആയിരിക്കണം എൻ്റെ സമർപ്പണ ജീവിതം. അങ്ങയോടുള്ള സ്നേഹത്തോടു കൂടി ആയിരിക്കണം ഞാൻ എൻ്റെ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് അർപ്പിക്കേണ്ടത്. ചിലർ ശുശ്രൂഷകളിൽ പങ്കുപറ്റുന്നത് ഏതാനും ചില സൗഖ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. സഹോദരങ്ങളെ, അതും വില കുറഞ്ഞതാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസുകാർക്ക് 1-ാമത്തെ ലേഖനത്തിൽ പറയുന്നത്, ഈ ജീവിതത്തിലെ ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റെല്ലാ മനുഷ്യരെയും കാൾ വിഡ്ഢികളാണ്. ഈ ലോകത്തിലെ ഏതാനും ചില നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരെയും കാൾ വിഡ്ഢികളാണ്. എന്താ അത് പറയാൻ കാരണം? കാരണം ഇത്രയേ ഉള്ളൂ. സഹോദരങ്ങളെ, ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചു. പക്ഷെ ലാസർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, ലാസർ മരിച്ചുപോയി. അന്ധനായ ബർത്തമിയൂസിന് കർത്താവ് കാഴ്ച കൊടുത്ത്, കാഴ്ചയില്ലാതെയോ അല്ലാതെയോ ആ മനുഷ്യനും മരിച്ചുപോയി. എന്ന് പറഞ്ഞാൽ നിത്യമായി ഈ ഭൂമിയിൽ നിലകൊള്ളുന്നത് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹവും കർത്താവ് നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന വാസഗ്രഹവും മാത്രമാണ്. ഒന്ന് പറഞ്ഞ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാൾ ഒരിക്കലും ഒരു ശുശ്രൂഷയിൽ പങ്കുപറ്റിയത് വലതുകാല് ഒടിഞ്ഞതുകൊണ്ടാണ്. വലതുകാല് സൗഖ്യപ്പെട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ അയാളുടെ ഇടതുകാല് ഒടിഞ്ഞു. അയാൾ അടുത്ത ശുശ്രൂഷയിൽ പങ്കുപറ്റി. മരിക്കാൻ കാലമായപ്പോൾ അദ്ദേഹത്തിൻ്റെ നടുവിന് താഴെയുള്ള 2 കാലുകളും തളർന്നു കിടന്നാണ് അയാൾ മരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഏതാനും ചില സൗഖ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന മനുഷ്യരാണ് നമ്മളെങ്കിൽ നമ്മൾ എല്ലാവരേക്കാളും വിഡ്ഢികളാണ് സഹോദരങ്ങളെ. അതിനു വേണ്ടിയിട്ടല്ല നമ്മുടെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടത്, അതിനു വേണ്ടിയിട്ടല്ല യേശു കടന്നുപോയത്, അതിനു വേണ്ടിയിട്ടല്ല അവൻ വീണ്ടും കടന്നു വരുന്നത്. എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകുവാൻ അനുഗ്രഹീതമായ വാസഗ്രഹം ഒരുക്കിക്കൊണ്ടാണ് നമ്മുടെ കർത്താവ് നമ്മളുടെ ഇടയിലേക്ക് കടന്നു വരുന്നത്. ഒരു കരമുയർച്ചെന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന വിശുദ്ധനും അനുഗ്രഹീതനുമായ ചാവറയച്ചൻ തൻ്റെ ഒരു ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു അനുഗ്രഹീതവും ഏറെ പ്രചോദനാത്മകവുമായ ഒരു കഥയുണ്ട്. കഥ ഇങ്ങനെയാണ്. ഒരു രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട രാജാവ് ഒരിക്കൽ ഒരു വധശിക്ഷയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിച്ച ആ മനുഷ്യൻ
തൻ്റെ മുറിയിൽ ഇരുന്നു കൊണ്ട്, തൻ്റെ സെല്ലിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എൻ്റെ വധശിക്ഷയിൽ നിന്നും ആർക്ക് എന്നെ രക്ഷിക്കാൻ കഴിയും? കാരണം രാജാവ് എന്നോട് ഏറെ ക്രൂരമായിട്ട് പെരുമാറി, അതുകൊണ്ട് എന്നെ അയാൾ രക്ഷിക്കില്ല. പെട്ടെന്ന് ഇയാളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് 3 സ്നേഹിതന്മാരെ കുറിച്ചുള്ള ചിന്തയാണ്. ഈ 3 സ്നേഹിതന്മാരിൽ ആദ്യത്തെ സ്നേഹിതൻ എല്ലായ്പ്പോഴും ഈ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സഹോദരൻ എവിടെ പോയാലും ഞാൻ സഹോദരൻ്റെ കൂട്ടത്തിലുണ്ടാകും. നീ വീഴുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ നിൻ്റെ കൂട്ടത്തിലുണ്ട്. നീ ഒരു വിധത്തിലും വിഷമിക്കേണ്ടതായിട്ടില്ല. നിന്റെ സങ്കടങ്ങളിൽ നിന്റെ കണ്ണീരൊപ്പാൻ, നിന്റെ സന്തോഷങ്ങളിൽ നിന്റെ കൂട്ടിലിരിക്കാൻ, നിന്റെ സഹയാത്രികനായ, നിനക്ക് ഇഷ്ടപ്പെട്ടവനായ നിന്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും. ഈ ഒരു ഉറപ്പ് ഒന്നാമത്തെ സ്നേഹിതൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതനുസരിച്ചാണ് സെല്ലിൽ നിന്നും, ജയിലിൽ നിന്നും പ്രത്യേക അനുവാദം വാങ്ങിക്കൊണ്ട് ഇയാൾ പുറത്തേക്ക് ആദ്യത്തെ സ്നേഹിതനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്. ആദ്യത്തെ സ്നേഹിതനാകട്ടെ ഈ വധശിക്ഷ വിധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് തൻ്റെ വീട്ടിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ അയാൾ വീട് വിട്ടുപോയി. അയാൾ പുറകിലെ വാതിലിലൂടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വീട്ടിൽ പല പ്രാവശ്യം വാതിൽ മുട്ടി, വാതിൽ തുറന്നില്ല. ഏറെ സങ്കടപ്പെട്ട് എന്നെ തനിയാക്കി എൻ്റെ ആദ്യത്തെ സുഹൃത്ത് പോയല്ലോ എന്നുള്ള വിഷമത്തിൽ അയാളോടും ആ രാജാവിനോടും എല്ലാവരോടും കലി പൂണ്ട് ഈ മനുഷ്യൻ തിരിച്ചു പോന്നു. രണ്ടാമത്തെ സ്നേഹിതനെങ്കിലും എന്നെ മനസ്സിലാക്കും, എന്നെ സ്വീകരിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് രണ്ടാമത്തെ സ്നേഹിതനെ കാണാൻ പോകുന്നത്. അങ്ങ് മട്ടപ്പാവിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ സഹോദരൻ അങ്ങ് വരുന്നത് ഈ സ്നേഹിതൻ കാണുന്നുണ്ടായിരുന്നു. അയാൾ കരുതി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്നേഹിതനല്ലേ, അതുകൊണ്ട് പോയി വീട്ടിലേക്ക് സ്വീകരിക്കാം. വീട്ടിലേക്ക് സ്വീകരിച്ചു. അയാൾ പറഞ്ഞു, നമ്മുടെ രാജാവ് എനിക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്ത് രക്ഷിക്കാവോ? എങ്ങനെയെങ്കിലും നീ ഒരു മധ്യവർത്തിയായിട്ട് വർക്ക് ചെയ്യണം. നീ മധ്യവർത്തിയായിട്ട് നിന്നാൽ രാജാവ് എന്നെ വെറുതെ വിടും. സഹോദരങ്ങളെ, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, തൻ്റെ മരണത്തിൻ്റെ അടുത്ത സമയം വരെയും ഞാൻ നിന്നെ പിന്തുടരാം, പക്ഷേ അത് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ പിന്തുടരാനായിട്ട് കഴിയുമോ എന്ന്. അതുകൊണ്ട് നിന്നെ ഞാൻ പുറത്തേക്ക് വിടാമെന്ന് പറഞ്ഞ് വീടിൻ്റെ പടിവാതിക്കലാക്കി അയാളെ പറഞ്ഞു വിട്ട്. ഇയാൾ വീണ്ടും ഏറെ വിഷമിച്ചു. സഹോദരങ്ങളെ, ഇയാൾ പിന്നീട് പോയത് മൂന്നാമത്തെ സ്നേഹിതൻ്റെ അടുത്തേക്കാണ്. മൂന്നാമത്തെ സ്നേഹിതൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി, ഇതാ ഈ സ്നേഹിതൻ എന്നെ ഉൾക്കൊള്ളും. ഇയാളാകട്ടെ മറ്റ് 2 പേരിൽ നിന്ന് വ്യത്യസ്തമായി ഏറെ സ്നേഹത്തോടു കൂടി ഇയാളെ സ്വീകരിച്ചു. സന്തോഷത്തോടു കൂടി ചായ സൽക്കാരം ഒക്കെ കൊടുത്തുകൊണ്ട് ഇയാളെ സ്വീകരിച്ചു. വീട്ടിലിരുന്നു, കാര്യം പറഞ്ഞു, രാജാവ് എന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്, എനിക്ക് വേണ്ടി ഒരു മിഡിൽ പേഴ്സണായി ഒന്ന് വർക്ക് ചെയ്യണം, എന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടുത്താനായിട്ട് നീ തന്നെ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, സ്നേഹിതൻ പറഞ്ഞു, എൻ്റെ സഹോദരന് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ഞാൻ ചെയ്യാം, സഹോദരൻ നൽകാൻ കഴിയുന്നത് മുഴുവൻ ഞാൻ നൽകാം. നീ മരിക്കുന്ന സമയം വരെ ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ടാകും. ഇനി വേണമെങ്കിൽ മരിച്ചിട്ട് കുറച്ച് സമയം വരെ നിന്റെ കൂട്ടത്തിലുണ്ടാകും. പക്ഷേ ഈ വധത്തിൽ നിന്നും രക്ഷിക്കാനുള്ള കെൽപ്പൊന്നും എനിക്കില്ല. ഇത് പറഞ്ഞ് 3 സ്നേഹിതരും ഇയാളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഏറെ വിഷമിച്ച് ഖിന്നനായി ദുഃഖിതനായി പുറത്തിരിക്കുന്ന നേരത്ത് അതിലൂടെ കടന്നുപോയ ഒരു അനുഗ്രഹീതനായ മനുഷ്യൻ വന്ന് ഇയാളോട് ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്ര കണ്ട് ദുഃഖിക്കുന്നത്? എന്തുകൊണ്ട് താങ്കൾ ഇത്രമാത്രം വിഷമിക്കുന്നു? അയാൾ പറഞ്ഞു, എന്നെ രാജാവ് വധശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചതിനേക്കാൾ എൻ്റെ ദുഃഖം എൻ്റെ പ്രതിസന്ധിയുടെ ഇടയിൽ ഒരു സ്നേഹിതനും എനിക്ക് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ്. അവരാരും രാജാവിൻ്റെ മുമ്പിൽ എനിക്ക് വേണ്ടി സംസാരിച്ചില്ല എന്നുള്ളതാണ്. ഈ നടന്നുപോയ 4ാമത്തെ സ്നേഹിതൻ ഇതാ ഈ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞു, സഹോദരാ, എനിക്ക് നിനക്ക് വേണ്ടി നിലകൊള്ളാൻ കഴിയും, പക്ഷെ രാജാവിൻ്റെ മുമ്പിൽ ഞാൻ തല താഴ്ത്തില്ല. നീ മരിച്ചാലും നിന്നെ ജീവനിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് കഴിയും. അപ്പോൾ ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? അയാൾ പറഞ്ഞു, എൻ്റെ പേരാണ് മൃത്യുഞ്ജയൻ, എൻ്റെ പേരാണ് മരണത്തെ ജയിച്ചവൻ, എൻ്റെ പേരാണ് മരണത്തെ തകർത്തവൻ, എൻ്റെ പേരാണ് കല്ലറയെ ഭേദിച്ചവൻ, എൻ്റെ പേരാണ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അതിർത്തികൾ മായ്ച്ചു കളഞ്ഞവൻ, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയും എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇയാൾ ഏറെ ഉത്സാഹത്തോടു കൂടി സെല്ലിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം വിശുദ്ധനും അനുഗ്രഹീതനുമായ ചാവറയച്ചൻ ഇങ്ങനെ പറയാനായിട്ട് തുടങ്ങി തൻ്റെ ജനങ്ങളോട്, മക്കളെ, ഈ 4 സ്നേഹിതർ ആരെന്നറിയണ്ടേ? 1ാമത്തെ സ്നേഹിതൻ നാം ആയിരിക്കുന്ന ഈ ലോകം മുഴുവനുമാണ്. ലോകം മുഴുവൻ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും, ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ട്, നിനക്ക് ഞാൻ കരുത്ത് തരും, നീ വീണാലും ഞാൻ നിന്റെ കൂട്ടത്തിലുണ്ട്, തളർന്നു പോയാലും നിന്റെ കൂട്ടത്തിലുണ്ട്. പക്ഷേ
നിന്റെ ജീവിതത്തിൻ്റെ മരണക്കിടക്കയിൽ ഈ ലോകം നിന്നെ തനിയാക്കും. രണ്ടാമത്തെ സ്നേഹിതനാകട്ടെ നമ്മുടെ സഹോദരങ്ങളും ആത്മമിത്രങ്ങളുമാണ്. അവരാകട്ടെ വിടവാങ്ങുന്നതിനെന്ന് പറഞ്ഞ പാട്ടൊക്കെ പാടി നേരെ ചൊവ്വനെ നമ്മുടെ കൂട്ടത്തിലൊക്കെ വന്ന് കൊള്ളാവുന്നൊരു പെട്ടിയൊക്കെ മേടിച്ച് അതിൻ്റെ അകത്തൊക്കെ ആക്കി നല്ലൊരു ബൊക്കയും വെച്ച് ഇതാ ശ്മശാനത്തിൻ്റെ കുഴിമാടത്തിൻ്റെ തൊട്ടടുത്ത് വരെ വരും. മൂന്നാമത്തെ സ്നേഹിതനാകട്ടെ നമ്മുടെ സ്വന്തം ശരീരമാണ്. നമ്മുടെ ശരീരം നമ്മളോട് ചേർന്നിരിക്കുന്നതിനേക്കാൾ മറ്റൊരാളുടെ ശരീരവും നമ്മളോട് ചേർന്നിരിക്കുന്നില്ല. അതുകൊണ്ടാണ് മൂന്നാമത്തെ സ്നേഹിതനായ ശരീരം പറഞ്ഞത്, മരിക്കുന്ന സമയം വരെയല്ല, ശവസംസ്കാരം വരെയുമല്ല, മരിച്ചതിന് ശേഷം ഏതാനും ദിവസങ്ങളിലേക്ക് കൂടി നിൻ്റെ കൂട്ടത്തിൽ വരും. അത് കഴിഞ്ഞ് എൻ്റെ കയ്യിലല്ല, കാരണം എന്നെ തേടി വരുന്ന പുഴുക്കളുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂട്ടത്തിലിരിക്കാൻ കഴിയില്ല. എന്നാൽ നാലാമത്തെ സ്നേഹിതനാകട്ടെ അവനാകട്ടെ നമ്മൾ ആർക്കു വേണ്ടി ജീവിച്ചു എന്ന് കരുതുന്നവൻ. ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ജീവിച്ചെങ്കിൽ ആ ക്രിസ്തുവാണ് നിങ്ങളുടെ നാലാമത്തെ സ്നേഹിതനായി നിങ്ങളെ തേടി വരുന്നത്. ഒന്ന് ചേർന്ന് പറയാവോ എല്ലാവരും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പൗരോഹിത്യത്തിന് എന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല. നീ രോഗശാന്തി ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന നേരത്ത് നിനക്ക് ലഭിക്കുന്ന ശാരീരികമായ സൗഖ്യത്തിന് അതിൽ തന്നെ നിന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല. നിന്റെ സമർപ്പണ ജീവിതത്തിന് നിന്നെ രക്ഷിക്കാനുള്ള കഴിവില്ല. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളത് നീ ആർക്കു വേണ്ടി ജീവിച്ചുവോ ആ വ്യക്തിക്ക് മാത്രമാണ്. ആ വ്യക്തി നസ്രായനായ യേശു ക്രിസ്തുവാണ് താനും. ഒന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷയില് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായിരുന്ന പങ്കുപറ്റുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു പക്ഷേ നിങ്ങൾ തളർന്നു കിടക്കുന്ന അവസ്ഥയിലായിരിക്കാം ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ യേശുവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? യേശുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യേശുവിന് വേണ്ടിയും അവൻ്റെ സഭയ്ക്ക് വേണ്ടിയും ജീവിക്കുക എന്നുള്ളതാണ്. സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ്സാണ് ക്രിസ്തു. ശിരസിന് വേണ്ടി ജീവിക്കണം, സഭയാകുന്ന ശരീരത്തിന് വേണ്ടി ജീവിക്കണം. സഭ ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഏറെ ഛിന്ന ഭിന്നമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് മലയാളികളായ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലിരുന്ന് ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നവരെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾ ഓർക്കണം. സഭ എല്ലാ വിധത്തിലും പീഡിപ്പിക്കപ്പെടുന്ന ഒരു കാലയളവിലാണ്. ആദിമ നൂറ്റാണ്ടുകളിൽ എന്നതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന കാലയളവിലാണ് ഇന്ന് നിങ്ങൾ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. അതുകൊണ്ട് കിടപ്പ് രോഗിയാണെങ്കിൽ, മാറാത്ത ക്യാൻസർ രോഗം പോലുള്ള രോഗങ്ങൾ ബാധിച്ച വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഇന്ന് ബോൺ ക്യാൻസർ ഉള്ളവർ ആ ബോണിൽ ചേർത്ത് വെച്ച് ഈ സമയം പ്രാർത്ഥിക്കണം. ഓ കർത്താവേ, സഭയാകുന്ന ശരീരത്തിന് വേണ്ടി എൻ്റെ വേദനകൾ അർപ്പിക്കുന്നുവെന്ന് ഈ ഭൂമി മലയാളത്തിലെ മുഴുവൻ സന്യാസികളും പറയട്ടെ. ഈ ഭൂമി മലയാളത്തിലെ മുഴുവനും വിശുദ്ധരും അനുഗ്രഹീതരുമായ വൈദികരും പരിശുദ്ധ പിതാക്കന്മാരും പറയട്ടെ. ഞങ്ങളുടെ സ്വകാര്യമായ വേദനകൾ മുറിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ തരുന്നുവെന്ന് ഒരു കരമുയർത്തുന്നു പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. തീർച്ചയായും പരിശുദ്ധമായ ആരാധനയുടെ സമയത്ത് നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വേദനിക്കപ്പെടുന്ന സഭയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, അവൻ്റെ മുറിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന മേനിക്ക് വേണ്ടി നിങ്ങളുടെ വേദനകൾ നിങ്ങളൊന്ന് കൊടുക്കാൻ തയ്യാറാകുമോ? ഞാൻ ഏതാനും സംഭവങ്ങൾ ഒന്ന് പറയാനായിട്ട് ശ്രമിച്ചു നോക്കാം. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ കൺവെൻഷനുകൾ ഉള്ളത് കൊണ്ടല്ല മലയാളികളായ വിശ്വാസികൾ കേരളത്തിലോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലോ ലോകത്തിലെ വ്യത്യസ്ത ഭാഗങ്ങളിലോ നിലകൊള്ളുന്നത്. മറിച്ച് മിണ്ടാമടങ്ങളിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കെട്ടിക്കിടന്ന് പ്രാർത്ഥിക്കുന്ന ഒരുപാട് മിഷണറിമാർ യൂറോപ്പിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലും അമേരിക്കയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് പിശാചും അവൻ്റെ ദൂതന്മാരും വളരെ പ്രീമെഡിറ്റേറ്റ് ചെയ്ത്, വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്ന് തകർക്കുകയാണ്. ദേവാലയങ്ങൾ തകർക്കപ്പെടുന്നു, ദേവാലയങ്ങൾ ഹോട്ടലുകളും ബാറുകളുമായിട്ട് മാറുന്നു. ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങൾ നിങ്ങളോട് പറയാം. മലയാളികൾ ഏറെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ സൺഡേ ഷാലോം പത്രത്തിന് വേണ്ടി ഒരു സിസ്റ്ററെ ഇൻ്റർവ്യൂ നടത്താൻ ഫ്രാൻസിലുള്ള ഒരു കോൺവെന്റിലേക്ക് ഞാൻ പോയി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ വിശുദ്ധനാക്കി ഉയർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട നിമിത്തമായി മാറിയത് സിസ്റ്റർ മരിയ സിമോനി എന്ന് പറയുന്ന സിസ്റ്ററുടെ ഒരു മാറാ രോഗം സൗഖ്യപ്പെട്ടതാണ്. ഈ സിസ്റ്ററിനെ കാണാൻ വേണ്ടിയിട്ടാണ് അന്ന് പ്രഭാതത്തിൽ 2
ഫ്രഞ്ച് ഭാഷ പരിചയമുള്ള മലയാളി സിസ്റ്റേഴ്സിനോടൊപ്പം ഞാൻ കോൺവെന്റിലേക്ക് പോകുന്നത്. ചെന്നു സിസ്റ്റർ മരിയ സിമോനി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മധ്യസ്ഥതയിലൂടെ എങ്ങനെ തനിക്ക് സൗഖ്യം കിട്ടിയെന്ന് പങ്കുവച്ചു. വലിയ സന്തോഷമായി ഞങ്ങൾ പോയ വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്ന നേരത്ത് ഞങ്ങൾ കണ്ട കാഴ്ച ഇതായിരുന്നു. ഒരു സിസ്റ്റർ, ഏതാണ്ട് 85 വയസ്സ് പ്രായമുള്ളൊരു ഒരു സിസ്റ്റർ, ആ സിസ്റ്ററിനെ വലിച്ചാൽ അല്ലെങ്കിൽ എടുക്കാൻ കഴിയാത്തൊരു ഒരു ബാഗുമായി വലിച്ച് ഇങ്ങനെ ഫുട്പാത്തിലൂടെ നടന്നു പോവുകയാണ്. അപ്പം ഞാൻ കൂട്ടത്തിൽ വന്ന സിസ്റ്റേഴ്സിനോട് ചോദിച്ച് എന്തായിരിക്കും പറ്റിയത്. ഒരു പക്ഷേ മലയാളികളായ സമർപ്പിത സിസ്റ്റേഴ്സിന് ഈ സിസ്റ്റർമാരുടെ മിണ്ടാമടത്തിലെ അനുഭവങ്ങൾ ഏറെ പ്രചോദനമാകാൻ കാരണമുണ്ട്, സാധ്യതയുണ്ട്. മാത്രമല്ല കേരളത്തിൽ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ഒരുപാട് ശുശ്രൂഷകർക്ക് ഈ സിസ്റ്ററുടെ പ്രാർത്ഥനാനുഭവം പ്രചോദനമാകാൻ കാര്യമുണ്ട്. അതുകൊണ്ട് സൺഡേ ഷാലോമിന് വേണ്ടി ഈ സിസ്റ്ററിനോട് ഒന്ന് സംസാരിച്ചാലോ. കൂട്ടത്തിൽ വന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു നമുക്ക് സംസാരിക്കാം. ഞാൻ ചെന്നു. എനിക്ക് ഭാഷ പരിചയമില്ലാത്തത് കൊണ്ട് സിസ്റ്റേഴ്സ് ഫ്രഞ്ച് ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. കാര്യം ഇതാണ്, ആ കോൺവെന്റിന് 730 വർഷം പഴക്കമുണ്ട്. ഈ സിസ്റ്റർ 18ാമത്തെ വയസ്സിലാണ് കോൺവെന്റിൽ ചേർന്നത്. ഇതിനുശേഷം 3 പ്രാവശ്യമേ മിണ്ടാമടമായതുകൊണ്ട് കോൺവെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. 2 പ്രാവശ്യം ആഭ്യന്തര യുദ്ധമുണ്ടായ സമയത്തും 1 പ്രാവശ്യം കോൺവെന്റിന്റെ റിനോവേഷൻ നടക്കുന്ന സമയത്തും പുതുക്കിപ്പണി നടക്കുന്ന സമയത്തും. അല്ലാതെ ഈ സിസ്റ്റർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ദിവസത്തിൽ എല്ലാ സമയവും വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ കെട്ടിക്കിടന്ന് ലോകം മുഴുവനുള്ള സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു സിസ്റ്ററിൻ്റെ നിയോഗം. 18ാമത്തെ വയസ്സിൽ കോൺവെന്റിൽ ജോയിൻ ചെയ്ത സിസ്റ്ററിൻ്റെ അപ്പനും അമ്മയും ഏകപ്പെട്ട സഹോദരനും മരിച്ചു. ഈ സിസ്റ്റർ പോയില്ല, അവരുടെ കോൺവെന്റ് അതിനു വേണ്ടി അനുവദിക്കാതിരുന്നത് കൊണ്ട്. ഈ സിസ്റ്ററിന് യാതൊരു പരാതിയുമില്ല. എന്നാൽ ഇന്ന് ആ കോൺവെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിസ്റ്ററിന് 70 വയസ്സാണുള്ളത്. അതുകൊണ്ട് ആ കോൺവെന്റ് നിലനിർത്തിപ്പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് മറ്റ് കോൺവെന്റുകളിലേക്ക് പോയി മെർജ് ചെയ്യാൻ വേണ്ടി, ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി അവർ പോവുകയാണ്. ഈ സിസ്റ്റർ അവിടുത്തെ മദറായിരുന്നു. ഈ സിസ്റ്റർ ബാക്കിയുള്ള 70 വയസ്സ് പ്രായമുള്ള 2 സിസ്റ്റേഴ്സിനെയും പറഞ്ഞു വിട്ട് ബുൾഡോസറിന് സമാനമുള്ള ഒരു വണ്ടി അവിടെ വന്ന് കിടക്കുന്നുണ്ട്. കാരണം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 730 വർഷം പഴക്കമുള്ള ഈ കോൺവെന്റ് ഇടിച്ചു തകർത്ത് ഒരു ബാറോ ഹോട്ടലോ ആക്കി മാറ്റാനായിട്ടാണ് വന്നിട്ടുള്ളവരുടെ ഉദ്ദേശം. അതിനു വേണ്ടിയിട്ടാണ് ആ സ്ഥാപനം വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇത് ആളില്ലാത്തത് കൊണ്ട്, നടത്താനായിട്ട് കഴിവില്ലാത്തത് കൊണ്ടാണ് ഇവർ ഈ കോൺവെന്റ് അത്തരം ഒരു കാര്യത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്നത്. ടാക്സ് അടയ്ക്കാൻ പൈസയില്ല, ഹീറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി പൈസയില്ല, അങ്ങനെ എല്ലാ വിധത്തിലും വിഷമിച്ചുകൊണ്ടാണ് ഈ സിസ്റ്റർ അവിടെ കഴിയുന്നത്. സഹോദരങ്ങളെ, ഈ സിസ്റ്ററിനോട് പറയുന്ന നേരത്ത് സിസ്റ്റർ പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഒരുപാട് വിശുദ്ധ കുർബാന മുമ്പ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കേരളം എന്ന് പറയുന്നതോ മലയാളികൾ എന്ന് പറയുന്നതോ എനിക്ക് അത്ര കണ്ട് പരിചിതമൊന്നുമല്ല. പക്ഷേ ഏറെ വളരുന്ന സഭയാണ് കേരളത്തിലെ സഭയെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് ദൈവ ശുശ്രൂഷകരെ തിരുസഭയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നവരാണ് അവരെന്ന് ഞങ്ങൾക്കറിയാം. ഒരുപാട് സൗഖ്യ ശുശ്രൂഷകൾ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ സിസ്റ്റർ ഇത് പറയുമ്പോൾ സഹോദരങ്ങളെ, ആ സിസ്റ്റർ കരയുന്നുണ്ടായിരുന്നു. കാരണം ആ സിസ്റ്ററിൻ്റെ ഓരോ ശബ്ദത്തിനും ഓരോ പ്രാർത്ഥനയ്ക്കും അവിടെയുള്ള ഒരു കൊച്ചു പുഷ്പത്തിന് പോലും പരിചയമുണ്ടാകണം. ഞാൻ ഓർക്കുന്നു, ആ കോൺവെന്റിൻ്റെ എല്ലാ ഭിത്തികൾക്കും ആ സിസ്റ്ററിന് പരിചയമുണ്ടാകും. കാരണം 18ാമത്തെ വയസ്സ് മുതൽ 86ാമത്തെ വയസ്സ് വരെ ഒരേ കോൺവെന്റിൽ കഴിഞ്ഞൊരു സിസ്റ്ററാണത്. ഞാനത് നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്നറിയാവോ സഹോദരങ്ങളെ? ഞാൻ ഇനി മുതൽ ജീവിക്കേണ്ടത് എനിക്ക് വേണ്ടിയല്ല. ഞാൻ ഇനി മുതൽ ജീവിക്കേണ്ടത് എൻ്റെ കർത്താവായ ക്രിസ്തുവിന് വേണ്ടിയും തകർക്കപ്പെടുകയും വലിച്ചിഴക്കപ്പെടുകയും അഭ്രപാളികളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും വിമർശിക്കപ്പെടുന്ന കർത്താവിന്റെ പീഡിപ്പിക്കപ്പെടുന്ന സഭയ്ക്കും വേണ്ടിയിട്ടാണ്. ഒരു കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന വ്യത്യസ്ത വിദേശ രാജ്യങ്ങളിലെ യങ്സ്റ്റേഴ്സിനെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുന്നു. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള കരുത്തും തൻ്റെ ഇടവും നിങ്ങൾ കാണിക്കട്ടെ. ചിലർ അവരുടെ ജോലി മാറ്റിവെച്ച് യേശുവിൻ്റെ സഭയ്ക്ക് വേണ്ടി ഈ കാലയളവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഷാലോം വേൾഡ് ചാനലൊക്കെ അമേരിക്കയിൽ ലോഞ്ച് ചെയ്യാൻ ഈ അടുത്തയിടെ ഷാലോമിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുവദിച്ചത്. ഒട്ടേറെ പേർ അവരുടെ ജീവിതവും സൗകര്യവും കർത്താവായ യേശുവിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ
തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു എല്ലാവർക്കും വേണ്ടി മരിച്ചത്. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ വേദനിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി, പ്രത്യേകിച്ചും ഇറാഖിലൊക്കെയും പീഡിപ്പിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു ആരാധനയും പ്രാർത്ഥനയും നടത്തുവാനായിട്ട് ഇടവന്നു. ധാരാളം പേര് അത് ലോകത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിലിരുന്ന് വാച്ച് ചെയ്തു, പങ്കുപറ്റി കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി കണ്ണീരോടെ അവർ നിലവിളിച്ചു. ഇനി മുതൽ ജീവിക്കുന്നവർ ജീവിക്കേണ്ടത് ക്രിസ്തുവിന് വേണ്ടിയും അവൻ്റെ തകർക്കപ്പെട്ട മേനിയായ സഭയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അവൻ്റെ തകർക്കപ്പെട്ട ശരീരമായ ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടിയിട്ട് കൂടിയിട്ടാണ്. അതുകൊണ്ട് സഹനങ്ങളിൽ കഴിയുന്നവർ, പീഡനങ്ങളിൽ കഴിയുന്നവർ, നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ നിങ്ങളിൽ ഏറെ വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ കഴിവുള്ളവർ, നിങ്ങൾ നിത്യതയെ സ്വപ്നം കാണുന്നവർ, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം: എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ ഉള്ളൂ, ഞാൻ നിൻ്റെ മുമ്പിൽ തരുന്നു നിൻ്റെ സഭ അനുഗ്രഹീതമാകാൻ. കേരളത്തിലെ സഭ, ഭാരതത്തിലെ സഭ, യൂറോപ്യൻ രാജ്യങ്ങളിലെ സഭ, അമേരിക്കൻ ഐക്യനാടുകളിലെ സഭ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ സഭ, ലോകത്തിലെ എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള സഭ വീണ്ടും അനുഗ്രഹീതവും വിശുദ്ധവുമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് നമുക്ക് ഹൃദയത്തിൽ ഏറ്റു പറയാം. ഒന്ന് ചേർന്ന് പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്ത യേശുവിന് വേണ്ടി ജീവിക്കാൻ യേശു നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഏതാനും നിമിഷം നമുക്ക് കണ്ണടയ്ക്കാം. എത്രയോ കാലം സഹോദര സഹോദരി, നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചു, നിന്റെ മക്കൾക്ക് വേണ്ടി മാത്രം നീ ജീവിച്ചു, നിന്റെ സഹോദരങ്ങൾക്കും ജീവിത പങ്കാളിക്കും മാത്രമായിട്ട് ജീവിച്ചു. യേശുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ? യേശുവിന് വേണ്ടി നീ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറയും, ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ തകർക്കപ്പെടുകയില്ല. ഞങ്ങൾ എല്ലാ വിധത്തിലും പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടുകയില്ല. ഞങ്ങൾ എല്ലാ വിധത്തിലും വിഷമിപ്പിക്കപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങൾ എല്ലാവരാലും പിന്തള്ളപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ പരിത്യക്തരാകുന്നില്ല. നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇതാ യേശു നിന്നെ കാരുണ്യത്തോടെ കാത്തു വിളിക്കുന്നു. യേശു നിനക്ക് വേണ്ടി കാത്തു കിടക്കുന്നു. അവന് വേണ്ടി ജീവിക്കുന്ന, അവൻ്റെ സഭയ്ക്ക് വേണ്ടി ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ദൈവ മക്കളെ ഇന്ന് യേശുവിൻ്റെ സഭയ്ക്ക് ആവശ്യമുണ്ട്. യേശുവിൻ്റെ തറക്കപ്പെടുന്ന മേനിക്ക് ആവശ്യമുണ്ട്. അവൻ്റെ മുറിവുണക്കാൻ നിന്റെ വേദന നീ യേശുവിന് കൊടുക്കുമോ? അവന് കൊടുക്കുമോ? കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിതം മുഴുവൻ അർപ്പിച്ച് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവെ നന്ദി, കർത്താവെ സ്തോത്രം. കർത്താവെ നന്ദി, കർത്താവെ ആരാധന. കർത്താവെ ആരാധന, കർത്താവെ നന്ദി. യേശുവേ ആരാധന, കർത്താവെ നന്ദി.